Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വല്പം വിഷമമുള്ള കാര്യമാണ്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ഇത് ഞാൻ കലക്കും. ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ എന്റെ പൊന്നേ. അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാർ. വീണ്ടും എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞ ഒരു 150 രൂപ അല്ലെങ്കിൽ 180 രൂപ മുടക്കി കാണാൻ പറ്റിയ സിനിമയല്ല ഇത്. പക്ഷെ അവസാനം ഇറങ്ങി ഓടാണെന്ന് തോന്നിയത്. അയ്യോ ഓടി വരണേ കൊച്ചുരാമാ, ഒന്നും പറയാനില്ല. മൂഞ്ചി എന്ന് പറഞ്ഞാൽ അടപടല മൂഞ്ചി. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. വേറെ ഒന്നും പറയാനില്ല. പടം മൂഞ്ചി. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൻ ഇടും. ആരും വന്ന് വെറുതെ പൈസ മുടക്കി സിനിമ കാണരുതെന്നാണ് എന്റെ അഭിപ്രായം. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ദൈവമേ, നമ്മൾ പ്രതീക്ഷിച്ച ഒന്നുമില്ല സിനിമയിൽ. വിനീത് ശ്രീനിവാസനായാലും ധ്യാൻ ശ്രീനിവാസനായാലും ഒരു ഇതിനും കൊള്ളൂല. കാരണം സാധാരണക്കാർ വന്നിട്ട് ഈ പടം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കാണും. ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്ന് കണ്ടാലും ഈ പടം നമുക്ക് ഒട്ടും പറ്റില്ല. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. ലാലേട്ടന്റെ ചെറിയൊരു മാസം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിനുള്ള ഒരു കോപ്പി ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ലോജിക് ഇല്ലാത്ത കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമയിലൊക്കെ ഒരു ലോജിക് ഉണ്ടായിരുന്നു. CID മൂസ ആയാലും അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ വേറെ ഏത് പടമായാലും നമുക്ക് നോക്കാം, അടിപൊളി പടമായിരുന്നു. പക്ഷേ ഈ സിനിമ നമുക്ക് അതിലൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ഒന്ന് വായിക്കാവോ സാർ? വെറുതെ ഒന്ന് കേൾക്കാനാ. സാർ ഒരു അസാധാരണ മനുഷ്യനാ. എന്നെ പരിചയപ്പെടുന്ന പലരും ഇത് പറയാറുണ്ട്. ഇടഞ്ഞ കൊമ്പനാ നമുക്ക് അണ്ണനാ. വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ? എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. നിർത്തുന്നുണ്ടോ? മൊത്തത്തിൽ കണ്ടിരിക്കാൻ ഒന്നുമില്ല. കാണാൻ വേണ്ടിട്ട് ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. കാണാൻ വേണ്ടിട്ട് ഒന്നുമില്ല. ഗോവിന്ദ, ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. ലാലേട്ടന്റെ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നമുക്ക് കാണാൻ വേണ്ടി ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നുമില്ല. നോക്കുന്ന അതൊരു 1.5 കാലമായിരുന്നു.